14ാം പഞ്ചവത്സര പദ്ധതിയിൽ വിഭാവന ചെയ്തിട്ടുള്ള പൊതുലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള സവിശേഷമായ വികസന പ്രവർത്തനങ്ങളിലൂടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിച്ചു വരികയാണ്. പ്രാദേശിക അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ മികവിൻ്റെ സൂചികകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സമഗ്ര സാമൂഹ്യ വളർച്ചയ്ക്ക് ആവശ്യമായ കാഴ്ചപ്പാടോടുകൂടി സുസ്ഥിര വികസനവും ക്ഷേമവും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന ഓരോ പദ്ധതികളും. അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയാം, ആളുകൾക്ക് വേണ്ടത് നല്ല റോഡുകളും നല്ല നടപടികളുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ആവശ്യം. 1,15,00,000 രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഓരോ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഏറ്റെടുത്ത് പോന്നിട്ടുള്ളത്. അത് അവസാനം ഈ വർഷത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു വാർഡിൽ 10 ലക്ഷം എന്ന നിലയ്ക്ക് ഏതാണ്ട് 2,30,00,000 രൂപ, വലിയൊരു തുകയാണ്. അത്രയും തുകയാണ് നമ്മളിപ്പോൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി കാലത്ത് നമ്മളിപ്പോൾ ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണം എന്നുള്ളത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ നമ്മുടെ ബഹുമാനായിട്ടുള്ള MLA സഹായത്തോടുകൂടി ആധുനിക നിലയിലുള്ള BMBC റോഡുകൾ, പ്രധാനപ്പെട്ട വലിയ റോഡുകളെല്ലാം BMBC റോഡുകളായി നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആലപ്പുഴയെടുത്ത് പരിശോധിച്ചാൽ ഇത്ര അധികം റോഡുകൾ BMBC റോഡുകൾ ചെയ്തിട്ടുള്ളൊരു പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും MMLR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റോഡുകളാണെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ട് അടക്കം നമുക്ക് ലഭ്യമാക്കുവാനും റോഡുകൾ നവീകരിക്കാനുമായിട്ടുള്ള വലിയ സഹായമാണ് MLA ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനോട് ചേർത്ത് വെച്ചാണ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ അവശേഷിക്കുന്ന റോഡുകൾ, ചെറിയ റോഡുകൾ മുഴുവൻ ടാർ ചെയ്ത് ഏറ്റവും ഗുണമേന്മയുള്ള റോഡുകളാക്കി സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. NRIGയിലൂടെ കുറേ റോഡുകളൊക്കെ നവീകരിക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത് നമുക്ക് എടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. ആ പരിമിതി കൂടെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തേക്കുള്ള പഞ്ചായത്ത് റോഡുകളുടെ പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടെ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. സാമാന്യനെടുത്ത് പരിശോധിച്ചാൽ എല്ലാ വാർഡുകളിലും ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ ഒട്ടനവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഭരണസമിതിയുടെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാരുടെയും വ്യക്തമായ നിർദ്ദേശങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലെയും വിവിധ റോഡുകൾ പുനരുദ്ധരിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടികളുടെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണ പണികളുടെയും ആരോഗ്യ മേഖലയിലെ PHCകൾ, സിദ്ധ ആയുർവേദ ആശുപത്രികൾ, സബ് സെൻ്ററുകൾ എന്നിവയുടെ നവീകരണം ഉൾപ്പെടെ ഉള്ള പണികളും പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സ്കൂളുകളുടെയും പുനരുദ്ധാരണ പണികളും ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികൾ ഇക്കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സർക്കാർ കിഫ്ബി വഴി അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കുടിവെള്ള സംഭരണ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനും അതിൻ്റെ കരാറെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നിർമ്മാണ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മുടെ ഗ്രാമവാസികൾക്കാകെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള ബൃഹത്തായൊരു പദ്ധതിയും അതിൻ്റെ ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതി നടത്തി വരികയാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വാർഡുകളിലും എല്ലാ വാർഷിക പദ്ധതിയിലും സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിനാവശ്യമായ ഫണ്ട് നമ്മൾ പഞ്ചായത്ത് ബാക്കി വെക്കാറുണ്ട്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് 46 ലക്ഷം രൂപയാണ് ഓരോ വർഷവും സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൻപുറത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണം ഏതാണ്ട് 5-6 ഇരട്ടിയായി വർദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന 2,500 ഇടയിലുണ്ടായ 3,000 ഇടയിലുണ്ടായിരുന്ന കണക്ഷനിൽ നിന്ന് 5,000 മേൽ 6,000-ഓളം കണക്ഷനുകളായി സ്ട്രീറ്റ് ലൈറ്റുകളായി നമ്മുടെ ഗ്രാമം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ബൾബുകൾ മാറി സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു മെയിൻ്റനൻസ് ടീം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. അവർക്ക് ആവശ്യമുള്ള അവരുടെ ശമ്പളവും മെയിൻ്റനൻസിന് ആവശ്യമുള്ള മെറ്റീരിയൽസും ഇതെല്ലാം പഞ്ചായത്ത് നേരിട്ട് വാങ്ങിക്കൊടുക്കുകയാണ്.
അതിനെല്ലാം ആവശ്യമായിട്ടുള്ള പദ്ധതി 80 ലക്ഷം രൂപ അതിനുവേണ്ടി എല്ലാ വർഷവും നമ്മൾ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ജംഗ്ഷൻ ലാമ്പുകൾ, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനുകളിലും കൂടുതൽ പ്രകാശം നൽകുന്ന ബൾബുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ജംഗ്ഷൻ ലാമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടെ നമ്മൾ പദ്ധതി വെക്കുകയും ഏതാണ്ട് 230 ജംഗ്ഷൻ ലാമ്പുകൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നമ്മൾ സ്ഥാപിക്കപ്പെട്ടു. ഈ വാർഷിക പദ്ധതിയിലും നമ്മൾ അതിനുവേണ്ടിയുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. ഈ വാർഷിക പദ്ധതി കൂടെ പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 345ഓളം ജംഗ്ഷൻ ലാമ്പുകൾ നമ്മുടെ പഞ്ചായത്തിലാകെ സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് മേഖല മാറുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയാണ് നമ്മുടെ പദ്ധതിയിൽ ഇപ്പോൾ നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നമ്മൾ 10 മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർഷിക പദ്ധതിയുടെ കഴിയുമ്പോൾ ഏതാണ്ട് 20-ലധികം മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ധൈര്യപൂർവ്വം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷം പഞ്ചായത്തിൻ്റെ പൊതുവീഥികളിൽ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് പഞ്ചായത്ത് എൻ്റെ പരിപൂർണതയിലേക്ക് നീങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് പദ്ധതി മാറിയിട്ടുണ്ട്. ഈ 5ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് അഭിമാനകരമായി ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിനും ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ കരുതലോടെ മാറ്റിവെക്കപ്പെട്ടുള്ള പദ്ധതികളുമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും പഞ്ചായത്ത് അതിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് ഗതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.